വെൽക്കം ടു റോസ്ന സിമ്പിൾ ലൈഫ്. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സമൂസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമൂസ ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം സമൂസ ഷീറ്റ് വേണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുക. നമ്മൾ കുറച്ച് മൈദ എടുക്കുക. ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും ഓയിലും ചേർത്തിട്ട് നമ്മളതിനെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ അതിനെ ഒന്ന് കുഴച്ചെടുക്കുക. അത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളതിനൊരു അരമണിക്കൂർ അതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇത് നമ്മൾ ചെറിയ പൂരികളായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കതിനെ പരത്തിയെടുക്കാം. ഇപ്പോൾ ചെറിയ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മളൊരു ചെറിയ പൂരികളായിട്ട് അങ്ങനെ ഒരു രണ്ട് പൂരികളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നിറയെ ഓയിൽ തേക്കുക. നിറച്ച് അതെല്ലാ ഭാഗത്തും ഓയിൽ വരുന്ന വിധത്തിൽ ആക്കി വെക്കുക. കാരണം മേലൊരു പൂരി വെച്ചിട്ട് നമുക്കതിനെ ലെയറാക്കി മാറ്റിയെടുക്കാനാണ്, പെട്ടെന്ന് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ആക്കി കൊടുക്കുക. ഈ മൈദ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്നുകൂടി വട്ടത്തിൽ അടുത്ത പൂരി അതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് അതിനെ ഒന്നും കൂടി നല്ല വട്ടത്തിൽ പരത്തിയെടുക്കുക. ഈ 2 പൂരി ഒരുമിച്ച് വെച്ചിട്ട് നല്ല വട്ടത്തിൽ പരത്തിയെടുക്കുക. കനം കുറച്ച് പരത്തുക. നമ്മുടെ തവയുടെ വലിപ്പത്തിന് സൈസിനനുസരിച്ചിട്ട് നമുക്കത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ തവ നന്നായി ചൂടായി. ഇനി ഇതിലേക്ക് നമ്മൾ പരത്തിയ ചപ്പാത്തിയെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ 2 ലെയർ ഉണ്ട് കേട്ടോ. 2 പൂരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഒരു സൈഡ് ഒരു 30 സെക്കൻഡും കൊണ്ടാവും. അത് ആയിക്കഴിഞ്ഞാൽ നമ്മളിതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും ആയതിന് ശേഷം നമുക്ക് ഈ 2 പൂരികൾ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അതിങ്ങനെ വലുതാക്കി പരത്തി ഉണ്ടാക്കിയ ചപ്പാത്തിയാണല്ലോ അത്. അപ്പോൾ ഈ 2 എണ്ണത്തിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും പെട്ടെന്നായി കിട്ടും. വളരെ കുറച്ച് സമയം മതി. ഇത് 2 സൈഡും ഒന്നിങ്ങോട്ട് വന്നതിന് ശേഷം നമുക്കിത് പതുക്കെ 2 എണ്ണത്തിനെയും കൂടി കണ്ടോ ലെയറായിട്ട് ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇളകി പോരും അത്. എന്നിട്ടത് ഇളക്കിയെടുക്കുക. നല്ല ചൂടാണ്, അതാണ്. അപ്പോൾ നമ്മളതിനെ 2 ലെയറാക്കി എടുക്കുക. നല്ല കനം കുറഞ്ഞ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഷീറ്റിനെ നമ്മളിത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് 4 സൈഡും കട്ട് ചെയ്തിട്ട് ഒരു സമൂസ ഷീറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് മാറ്റിയെടുക്കാം. നീളത്തിലാണല്ലോ. അപ്പോൾ അതിനെ നീളത്തിൽ 2 ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിൻ്റെ 4 സൈഡും ഒരുപോലെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതാ ബാക്കിയുള്ള ഉരുളകളൊക്കെ എടുത്തിട്ട് ഞാൻ ഇതുപോലെ പരത്തി ഷീറ്റാക്കി അടിച്ചതാണ്. ഇപ്പോൾ ഒരു 10-12ഓളം ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഇനി നമ്മൾക്ക് ഇതിന് വേണ്ട ഫില്ലിങ് ഉണ്ടാക്കാം. അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടത് ആദ്യം ചട്ടിയിൽ എണ്ണ ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് പെരുംജീരകം, വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഒന്നങ്ങോട്ട് മൂത്തിട്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പിലയുടെ മണമൊക്കെ അതിലേക്കൊന്ന് നേരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിത് പച്ചമുളക് വേറെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അത് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. ഇതിപ്പോൾ ഒരു 3 എണ്ണം ഉണ്ട്, മീഡിയം സൈസ് സവാള കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സവാളയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ നിറമൊക്കെ ഒന്നാണ് മാറി, കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ്, അതിപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഇതിപ്പോൾ ഒരു 1.5 ക്യാരറ്റ് ഉണ്ടാവും. ഒരു ചെറിയ ക്യാരറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു 1.5 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ. അത് നന്നായിട്ട് വേവണം. എന്നിട്ട് ഇത് വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന, ഞാനൊരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ എരിവിനും അളവ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കുരുമുളക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, മുളക് പൊടിയാണ് കൂടുതൽ, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് ഒന്ന് മൂത്തതിന് ശേഷം നമ്മളതിലേക്ക് ഗരം മസാല, ഇതൊരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെയാണ് ഞാനൊരു 1/2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ
ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നടുവിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ മുട്ട ചേർക്കുന്നത് ഈ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നതാണ്. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഇതിൽ എല്ലാത്തിലേക്കും വെജിറ്റബിൾസിലൊക്കെ പിടിക്കണ മാതിരി നമ്മളെല്ലാ വെജിറ്റബിൾസിലേക്കും അതായിട്ട് മിക്സാക്കി കൊടുക്കാം മുട്ട. അപ്പോൾ മുട്ടയുടെ ഒരു കോട്ടിങ് ആ വെജിറ്റബിൾസിലെല്ലാം വരും. മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതോടുകൂടി അതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അത് വേണമെന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് തണുക്കാൻ അനുവദിക്കുക, കുറച്ച് സമയം തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫില്ലിങ് നന്നായി തണുത്തതിന് ശേഷം വേണം എപ്പോഴും ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു കോണായിട്ട് മടക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. നമ്മൾ ഈ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുള്ള തവ കുറച്ചും കൂടി വലുതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നീളത്തിൽ ഷീറ്റ് കിട്ടും. ഇത് കുറച്ച് ഷീറ്റിൻ്റെ നീളം കുറച്ച് കുറവുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, നമ്മൾ മടക്കിയെടുക്കുമ്പോൾ ശരിയാവുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ കുറച്ച് മൈദ കലക്കിയത് വെച്ചിട്ട് ഇതിനെ സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി സമൂസ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ബാക്കിയുള്ളതും എല്ലാം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരന്ന ഫ്രൈ പാനിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. കാരണം നമുക്ക് കൂടുതൽ എണ്ണം ഒരു ട്രിപ്പിൽ വറുത്തെടുക്കുക. അപ്പോൾ ഒരു സൈഡ് ബ്രൗൺ കളറായാൽ നമ്മൾ മറ്റേ സൈഡ് അതുമാതിരി ബ്രൗൺ ആക്കി എടുക്കുക. ഇങ്ങനെ നിങ്ങൾ സമൂസ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം ഷീറ്റ് വാങ്ങുമായിരുന്നു. ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഷീറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യണത്. വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ പ്രത്യേകം പറയണ്ടല്ലോ, എല്ലാവരും ചെയ്യുമെന്നറിയാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. Bye. Thank you for watching.